ഗൈസ്, ആക്ച്വലി നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻസ്? കുറെ പേരുടെ മെസ്സേജസ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം. എനിക്കൊരു കഴിവുമില്ല, എന്താവും ഞാൻ ഫ്യൂച്ചറിൽ? എഞ്ചിനീയർ ആവണോ, ഡോക്ടർ ആവണോ, BCA എടുക്കണോ, MBA എടുക്കണോ, BTech എടുക്കണോ? ഇനി ഇതൊന്നും അല്ലാണ്ട് ഫാർമസി റിലേറ്റഡ് കോഴ്സ് എടുത്താലോ, അതോ BTechോ? ഇതിൽ രണ്ടിൽ ഏതാ ചിച്ചി നല്ലത്? ഇനി ഞാൻ ഇതൊന്നും എടുത്തിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ? കമന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ ഉള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കുറെ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഞാൻ ആരാവും എന്നറിയില്ല, എന്ത് എടുക്കണം എന്നറിയില്ല എന്നൊക്കെ. ആരോട്? എന്നോട്. ഇനി എന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണം. എന്റെ വളരെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡോക്ടർ ആവണമെന്ന്. അതിനുശേഷം കുറച്ചൊന്ന് വലുതായപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചർ ജോലി നന്നായിരിക്കും, അതാവുന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് എടുക്കാമല്ലോ എന്ന്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് എയർ ഹോസ്റ്റസ് ആവണമെന്ന് തോന്നി. അതാവുമ്പോൾ എനിക്ക് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓരോ സ്ഥലത്തിൽ പ്ലെയിനിൽ ഇങ്ങനെ പോവാലോ. അപ്പൊ അങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് തോന്നി ഡോക്ടർ ആവാമെന്ന്. എന്നിട്ട് ഞാൻ അമ്മോട് സംസാരിച്ചു, ശരി ഇനി ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഡോക്ടറാണ് ആവാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറിന്റെ കോഴ്സസ് പഠിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എടുത്ത വായെ പറഞ്ഞു, ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സസ് പഠിക്കേണ്ടി വരും. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഒരു ജോലി കിട്ടുമായിരിക്കുള്ളൂ. കാരണം MBBS എടുക്കണം, ഒരുപാട് ഹയർ ലെവൽ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന്. അതുമാത്രമല്ല എൻ്റെ താഴെ 2 ആളുകൾ കൂടി ഉണ്ടല്ലോ, അവരെയും കൂടി പഠിപ്പിക്കണമല്ലോ. ഞാൻ ഈ ഡോക്ടർ ആവണം എന്നുള്ള പുറകെ ഡ്രീംസുമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടി പഠിപ്പിക്കണമല്ലോ വേറെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഡോക്ടർ എനിക്ക് പറ്റില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മനസ്സിൽ എന്നെ തന്നെ കൺവിൻസ് ചെയ്തു, ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി പേടിയാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ഡോക്ടറായി മാറാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ ഈ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുള്ളി കൺഫ്യൂഷൻസ് ആയിട്ടാ എന്തെടുക്കും. അപ്പോൾ ഈ +1 +2 ചൂസ് ചെയ്യുന്ന സമയത്തും ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. കാരണം ഒരു ഓപ്ഷൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒന്നും ആയില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന റൂട്ടിലോട്ട് പോവാം. ബിക്കോസ് ഞാൻ എൻ്റെ കുറെ അറിയുന്ന ആളുകളോടും അതുപോലെ തന്നെ ഫാമിലിയോടും എൻ്റെ മാമനോടും ആൻറ്റിയോടും എല്ലാവരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് IT ജോബ്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് BTech ഒക്കെ കഴിഞ്ഞതും പെട്ടെന്ന് ജോലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ. അല്ലാണ്ട് എനിക്ക് ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള ഡ്രീം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചെയ്തത്, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് എനിക്ക് ഇന്ന ജോലി കിട്ടണം ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് പെട്ടെന്ന് കിട്ടണം എന്തെങ്കിലും ജോലി. അങ്ങനെ എന്നാൽ ശരി BTech എടുക്കാം എന്ന് വിചാരിച്ച്. BTech അതുമാത്രമല്ല കേട്ടോ, ഞാൻ BTech എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവളും BTech ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവളും ഞാനും കൂടി ഉപേക്ഷിക്കാൻ പാടില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പഠിക്കണം. സോ നമ്മൾ രണ്ടാളും കൂടിയിട്ട് BTech എടുക്കാമെന്ന് വിചാരിച്ചു ഒരേ കോളേജിൽ പഠിച്ചു. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കമൻസിലിട്ട എല്ലാ കൺഫ്യൂഷൻസും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ടൈമിൽ വിചാരിച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കമൻ്റ് ആയിട്ട് ഇടുന്നത്. സോ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതായത് ഞാൻ ഇതെടുക്കണം അതെടുക്കണം, ഇതിൽ ഫ്യൂച്ചറിൽ ജോലി കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിന്തിച്ചിരുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്തോ അത് ദൈവത്തിൻ്റെ ഒരു ഇതാണോ അല്ലെങ്കിൽ എൻ്റെ തലയിൽ എഴുതി വെച്ചത് അങ്ങനെയാണോ അല്ലെങ്കിൽ എനിക്കതാണോ, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെയോ എഞ്ചിനീയറിംഗ് എടുത്തു. അടുത്തതായിട്ട് എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കുന്ന സമയത്ത് വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 ഞങ്ങൾക്ക് എടുത്ത ടീച്ചർ, എനിക്ക് എന്തോ ടീച്ചറുടെ ക്ലാസ് അധികം മനസ്സിലായിരുന്നില്ല. അത് കാരണം കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ഞാൻ നല്ല വീക്കായിരുന്നു. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് എടുക്കാൻ പോണ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ്. പക്ഷേ ആ ഒരു ടൈമിൽ ആ കാര്യങ്ങളൊക്കെ പേടിയായിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചെടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഒരു നിവർത്തിയില്ല, എഞ്ചിനീയറിങ്ങിന് തന്നെ ചേരാ, കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു. എന്നിട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫസ്റ്റ് എക്സാം കേട്ടോ, അതായത് ഫസ്റ്റ് സെം എക്സാം വന്നു. സെം എക്സാം കണ്ടിട്ട് ഞാൻ തല കറങ്ങി വീണില്ലാന്നേ ഉള്ളൂ. ആക്ച്വലി ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല അതിൽ ചോദിക്കുന്നത്. ഭയങ്കര എന്താ പറയുക ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ടോ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലായിട്ടായിരുന്നു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ചില സബ്ജക്ട്സ് പിന്നെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ കമ്പ്യൂട്ടർ എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റിയിരുന്നില്ല. ഫസ്റ്റ് സെമ്മിലെ സാറും ക്ലാസ് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, നോട്ട്സൊക്കെ എക്സാമിൻ്റെ തലേദിവസം നോക്കിയപ്പോൾ ഒറ്റ പേജിലൊരു നോട്ട് മാത്രമായിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് ഞാൻ ഫസ്റ്റ് സെമ്മ് പാസ്സായി. പിന്നെ അടുത്ത സെമ്മ് മുതൽ കുറച്ചെങ്കിലും ഇനി പഠിക്കണം, ഇനി എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, കാരണം ഇനി സപ്ലി വരാതെ തന്നെ നോക്കണം, എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്തു. സിലബസ് നോക്കിയിട്ട്
അപ്പോൾ നമുക്ക് ഒരു 5-6 മൊഡ്യൂൾസ് ഒക്കെ ഉണ്ടാവില്ല, 6 മൊഡ്യൂൾസാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മൊഡ്യൂൾസിന് ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ രീതിയിൽ നോട്ട്സ്, മനസ്സിലായ രീതിയിൽ നോട്ട്സ് പോയിന്റ് വൈസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 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 അടുത്ത സെമ്മ് പാസ്സായിട്ട്, സപ്ലി ഇല്ലാണ്ട് പാസ്സായി കഷ്ടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അന്ന് വിചാരിച്ചിരുന്നില്ല, അതായത് ഞാൻ +2 കഴിഞ്ഞ് BTech എടുക്കുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ പാസ്സാവും, അതും ഒരു സപ്ലി ഇല്ലാണ്ട് പാസ്സാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ എനിക്ക് വലിയ കഴിവുകളും കാര്യങ്ങളും ഉള്ളൊരു കുട്ടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല, വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇതൊന്നും പോരാണ്ട് പേടി എന്ന് പറഞ്ഞ സാധനം എൻ്റെ കൂടപ്പിറപ്പാണ്. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും എല്ലാത്തിനും പേടിയാണ് കേട്ടോ പണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റും, ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ക്ലാരിറ്റി 1 മിനിറ്റ്. ഇനി BTech എടുത്താൽ തന്നെ എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ട് ഇരിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ടും എഞ്ചിനീയർ ആവും, നിങ്ങൾ BTech എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക BCom അല്ലെങ്കിൽ BC എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവും, അങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതൊന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണ്ട. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ഓഫ് സ്റ്റഡി പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളിപ്പം BTech എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനല്ല അതിൻ്റെ ആൻസർ പറയേണ്ടത്, നിങ്ങളാണ് അതിൻ്റെ ആൻസർ പറയേണ്ടത്. നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ എന്താ പറയുക 100% പ്രിപ്പയർ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിക്കുക. ഇനി ബാക്കി സ്റ്റോറി കൂടി പറയട്ടെ. അങ്ങനെ BTech കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെന്റ് ഉള്ള ഇനി പ്ലേസ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് പ്ലേസ്മെന്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടില്ല എന്നാണ്. പക്ഷേ ആക്ച്വലി നടന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പ്ലേസ്മെന്റിൽ കിട്ടിയൊന്നുമില്ല കേട്ടോ. കോമഡി ആയിരുന്നു. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് കമ്പനീസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേടി കാരണം ഇൻ്റർവ്യൂവിന് അങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല, ഒന്നും അങ്ങനെ വൃത്തിക്ക് പറയാനായിട്ട് കിട്ടുന്നില്ല. എനിക്ക് ഏകദേശം ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ അറിയാം, എന്നാലും എനിക്കത് പുറത്തോട്ട് പറയാനായിട്ട് അറിയണില്ല. അതേപോലെ തന്നെയാണ് എന്താ പറയുക, എല്ലാ ക്വസ്റ്റിനും കാര്യങ്ങളൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അന്ന്. അങ്ങനെ പ്ലേസ്മെൻറ്റ്സ് വന്നപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരികൾക്കൊക്കെ പ്ലേസ്മെൻറ്റിൽ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങൾക്ക് അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കരച്ചിലായി, പിഴിച്ചിലായി, നമുക്കിനി ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പിന്നെയും കരഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടൊക്കെ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു കേട്ടോ, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്ലേസ്മെന്റിൽ നല്ല 8 നിലയിൽ പൊട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാണ്ട് മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളൊരു കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലേ, അങ്ങനെ ഒരു കമ്പാരിസണൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ എന്നെ ഞാൻ പറയണത് കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ, എനിക്ക് പ്ലേസ്മെന്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്ലേസ്മെന്റിൽ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിന് ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ട് ജോബ്സ് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു മനുഷ്യൻ കൂട്ടിനുണ്ടായിരുന്നില്ല. അതായത് ഞാൻ തന്നെ ജോബ് സെർച്ച് ചെയ്യണം. പക്ഷേ ഞാൻ കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ ആയിട്ടുള്ള എൻ്റെ മാമനും ആൻറ്റീനെയൊക്കെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യ്, നൗക്കറിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യ്, അതുപോലെ തന്നെ അവിടെ ജോബ് നോക്കൂ, അങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ തന്നെ നല്ല പേടിയാവാൻ തുടങ്ങി. കൂടുതലുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ജോലി ആവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നല്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഞാനന്ന് അപ്ലൈ ഒക്കെ നന്നായി ചെയ്തുകൊണ്ടിരുന്നു, അതിനനുസരിച്ച് പ്രിപ്പയറിങ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും, എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടില്ല, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടില്ല, തേർഡ് ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടില്ല, ആൻഡ് ഫോർത്ത് ഇൻ്റർവ്യൂവിനാണ് കിട്ടിയത്. അല്ല, തേർഡ് ഇൻ്റർവ്യൂ ആയിരുന്നു തോന്നുന്നു. തേർഡോ ഫോർത്ത് ഇൻ്റർവ്യൂവിനാണ് എനിക്ക് സെലക്ട് ആയത് ഞാൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന 3 ഇൻ്റർവ്യൂസും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസിലൂടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റെഫർ ചെയ്ത് പഠിച്ചു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ പ്ലേസ്മെൻറ്റിൽ കിട്ടാത്ത എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ പറ്റുമെന്ന്. പക്ഷെ അവിടെ നിന്ന് കിടന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ പറ്റിയില്ലേ. ഇനി അവിടെ നിന്നുള്ള കഥ കേൾക്കണം. അതായത് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എന്താണ് കോഡിങ്ങും കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട്
പറ്റുമോ, അങ്ങനെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ അവർ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഒരു പ്രൊജക്റ്റിലോട്ട് അസൈൻ ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ബിടെക്കിൽ പഠിച്ചതൊന്നല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സുഖിച്ച് വർക്ക് ചെയ്ത ആളല്ല. ഞാൻ രാത്രിയൊക്കെ നന്നായി ഇരുന്ന് സങ്കടപ്പെട്ട് കിട്ടാതായപ്പോൾ കൂടുതലുള്ള ടീംമേറ്റ്സിനടുത്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രഷർ ആവുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാനും അതുപോലെ തന്നെ പറഞ്ഞുതരാനൊക്കെ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് തന്നൊരു ടാസ്ക് നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രാത്രിക്ക് ഇരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻഡ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അന്ന് ഇതുപോലെ ChatGPTയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തന്നെയാണ് ഈ കോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കോഡിങ് ഞാൻ പഠിച്ചു എന്ന് അങ്ങനെ സ്വന്തമായിട്ട് ലേൺ ചെയ്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസിലൂടെയാണ് അത് പഠിച്ചത്. കോഡിങ് ചെറുതായിട്ടൊക്കെ പഠിക്കാൻ പറ്റിയത് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. അങ്ങനെ ചെയ്ത് ഓരോ പ്രൊജക്ട്സ് വരുന്ന സമയത്ത് നമുക്ക് ഓരോ റിക്വയർമെൻറ്റ്സ് വരും, അത് നമ്മൾ ചെയ്യും, അങ്ങനെ പഠിക്കും. സോ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ചെറുപ്പത്തിൽ എന്താവണം എന്ന് വിചാരിച്ചോ അതല്ല ഞാൻ ആയതിനു ശേഷം ശരി അത് പോട്ടെ. അപ്പം ചെറുപ്പത്തിൽ ഇപ്പം +1 +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ബിടെക് എടുക്കണം എന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു കാര്യമല്ല. അതും എന്താ പറയുക, നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മൾ ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ചൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ബിടെക് എടുത്തു. അപ്പോൾ ബിടെക് പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ബട്ട് പാസ്സായി. ഇനി ബിടെക്കിൽ പ്ലേസ്മെൻറ്റ് എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കോഡിങ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് ഹാൻഡിൽ ചെയ്ത് പോയില്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് കോഡിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയത്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ നമ്മുടെ ജോലി കിട്ടിയതിന് ശേഷം ഒരു ആവറേജ് ആയിട്ട് നമ്മുടെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഓരോന്നും പഠിച്ചു വന്നു എന്ന് മാത്രം. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മൾ സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇതിപ്പം ഞാൻ സെക്കൻഡ് കമ്പനി, ഇപ്പോൾ എൻ്റെ സെക്കൻഡ് കമ്പനി ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ ചില സമയത്ത് ചിന്തിക്കും എൻ്റെ കൂടെ ഉള്ളവർ ചിലവരൊക്കെ 3ാമത്തെയും 4ാമത്തെയും കമ്പനിയിലൊക്കെ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് കമ്പനിയാണെന്ന്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ വെച്ച് കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ ക്യാപ്പബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അല്ലാതെ എന്നോട് വന്നിട്ട് ചേച്ചി ഞാൻ ബിടെക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, നിങ്ങളുടെ ലേണിംഗ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ വെറുതെ വാഗ്ദാനം തന്ന പോലെയോ കിട്ടും ബിടെക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ കയ്യിലാണ് ജോലി വാങ്ങിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ BC ആണോ ബിടെക് ആണോ നല്ലതെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. ബിടെക് ആണ് BCനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് ജോലി കിട്ടാൻ നല്ലത് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് അല്ല, ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന കമൻറ്റാണ് BCom ആണോ BC ആണോ നല്ലതെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ BCom പഠിച്ചിട്ടില്ല. അതാണ് BCom എന്താണ്, BComൽ നമുക്കുള്ള ജോലിയും കാര്യങ്ങളും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വെറുതെ വന്നിട്ട് BCom പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കിട്ടും, ഇന്ന ജോലി കിട്ടും എന്ന് വെറുതെ ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്കിപ്പോൾ BCom എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ BCom തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ച് നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. അതേപോലെ തന്നെ ഏത് ഒരു ഫീൽഡായാലും അതിൻ്റേതായിട്ടുള്ള ജോബും സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ ഫീൽഡിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ BCom എടുക്കാനാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BCom ഒക്കെ എടുത്ത് ജോലി കിട്ടിയവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. BCom എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളതൊക്കെ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ഉള്ളൂ, അത് കാരണം അതറിയാൻ പറ്റും. പിന്നെ BCയെ കുറിച്ച് പറയാൻ കാരണം എനിക്ക് അറിയുന്ന കസിൻസും കാര്യങ്ങളും എൻ്റെ അനിയത്തിമാരും അവരൊക്കെ എടുത്തത് കൊണ്ടാണ് ഞാൻ BCനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ പറയാറുള്ളത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ജോബാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ എനിക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാൻ അതിൽ പഠിക്കാനും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർഡായി. കിട്ടിയത് വെച്ച് നമ്മൾ എന്താ പറയുക, നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ പറയും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാ ജോബ്സിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഈ ജോലി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ.
അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എന്തായാലും സിമ്പിളായിട്ട് ഈസി ആയിട്ട് സുഖിച്ചൊന്നും എല്ലാ ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഏത് ജോലിയായാലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ കമൻസ് കണ്ടു, ഈ ജോലി എടുത്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണോ, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്കിപ്പം എഞ്ചിനീയർ ആവണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് പോകാൻ നോക്കുക. പറയുന്ന പോലെ എയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് മാനുവലായിട്ടും നമ്മളെ ആവശ്യം ഉണ്ടാവും, പക്ഷെ കോമ്പറ്റീഷൻസ് കൂടും. അത് ഞാൻ പറയണത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടും. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, റെസ്യൂമൊക്കെ ഷോർട്ട് ലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ലിങ്ക്ഡിനിലൊക്കെ നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവാൻ നല്ല ടൈം എടുത്തു. അപ്പോൾ ടൈം എടുക്കും, പേഷ്യൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ വരും, വിഷമം വരും. മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്കൊക്കെ ജോലിയായി എനിക്ക് ജോലിയില്ല എന്നൊക്കെ തോന്നും. അതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ ആരൊക്കെയാണ് നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്. അവരെന്തായാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തും. വെറുതെ ഇങ്ങനെ എല്ലാവരുടെയും കണ്ടിട്ട് റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം റിഗ്രറ്റിങ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇരുന്ന് പോകും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇന്ന ഭാഗത്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും എനിക്കും ചില സമയത്ത് റിഗ്രറ്റ് അടിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കും, എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നോക്കി ചിന്തിച്ചല്ലേ ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും നമ്മൾ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ എന്നെ കണ്ട് പഠിക്കാനെന്നല്ല ഞാൻ പറഞ്ഞേ, ബേസിക്കലി ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ എൻ്റെ ലൈഫ് ഇങ്ങനെ ഭയങ്കര സുഖ ജീവിതമായിട്ട് പോകുമെന്നല്ല. എനിക്കുണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അതൊക്കെ. അപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി സെർച്ച് ചെയ്യുക കേട്ടോ. പണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ChatGPT കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനൊന്നും സെർച്ച് ചെയ്തിട്ടല്ല ബിടെക് എടുത്തത്. അതിന് ഫ്യൂച്ചറിന് സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയും പോലില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചു, എൻ്റെ മാമയോട് ആൻറ്റിയോടൊക്കെ ചോദിച്ചു നല്ല സ്കോപ്പൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ കമ്പ്യൂട്ടറിന് നല്ല സ്കോപ്പ് ഉണ്ട്, എന്തായാലും ബിടെക് എടുത്തോ, സ്കോപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും കമ്പ്യൂട്ടർ ഇങ്ങനെ എപ്പോഴും അതിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അതിനകത്ത് സ്കോപ്പ് ഉണ്ടാവും, നീ കമ്പ്യൂട്ടർ എടുത്തോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ നല്ല രീതിയിൽ സ്വപ്നം കാണുന്ന ചിലവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന ജോലി തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കാണുന്നവരുണ്ടാവും. അവരൊക്കെ അവരുടെ റൂട്ടിൽ ഭയങ്കര ഫിക്സ് ആയിരിക്കും. അതായത് ഞാൻ ഇന്ന തന്നെ ആവുള്ളൂ, മറ്റുള്ളവരുടെ ഒരു വാക്കും കേൾക്കില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ പോയിക്കോളും. ബാക്കി കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക. പിന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രം അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാണ്ട് സ്കോപ്പുള്ള കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഒരു ഏരിയ ആണോ എന്ന് നോക്കിയിട്ട് പോവാട്ടോ. പിന്നെ പറയുന്നുണ്ട് ചിലർക്ക് തീരെ മാത്സ് അറിയുന്നില്ല പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങളുടെ മാത്സ് നിങ്ങൾക്ക് എത്രത്തോളം അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല ല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക, ഓക്കെ നിങ്ങൾക്ക് മാത്സ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല. നമ്മൾ ബിടെക് പഠിക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്ട്സിന്റെയും ബേസിക്കും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് നല്ല സാറും നല്ല ടീച്ചേഴ്സൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഉണ്ടോ, നമ്മൾ വീട്ടിൽ വന്ന് നന്നായി പഠിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സാമിൻ്റെ തലേദിവസമെങ്കിലും നന്നായി, എക്സാമിൻ്റെ തലേദിവസമല്ല, എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുൻപെങ്കിലും നല്ല കുത്തിയിരുന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ എക്സാമിനൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. പേടിക്കൊന്നും വേണ്ട, നിങ്ങളെല്ലാവരെയും പോലെ തന്നെയായിരുന്നു ഞാനും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.